മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ സർക്കാർ സ്കൂളിൽ ലിപ്സ്റ്റിക്കിന് നിരോധനം. കൊയിലാണ്ടി ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളാണ് പുതിയ അധ്യയന വർഷം സ്കൂളിൽ പെൺകുട്ടികൾ ചുണ്ടിൽ ലിപ്സ്റ്റിക്ക് ഉപയോഗിച്ച് വരരുത് എന്ന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ കൊയിലാണ്ടി മാപ്പിള സ്കൂളും തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം സ്കൂൾ കെട്ടിടത്തിൽ കുട്ടികൾക്കായി ഒരു അറിയിപ്പ് ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസ് എന്നാണ് അറിയിപ്പിൽ പറയുന്നത്. PTA സ്റ്റാഫും ചേർന്നാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. കുട്ടികളിൽ ലിപ്സ്റ്റിക്കിന്റെയും ലിപ് ബാമിന്റെയും ഉപയോഗം അമിതമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നടപടിയെന്ന് സ്കൂൾ അധികൃതർ വിശദീകരിക്കുന്നു. താഴ്ന്ന ക്ലാസുകളിലെ കുട്ടികൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത് നേരത്തെ തന്നെ തടഞ്ഞിരുന്നു. നിരന്തര ലിപ്സ്റ്റിക് ഉപയോഗം കുട്ടികൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് പ്രിൻസിപ്പൽ പറയുന്നു. ചെറിയ ക്ലാസ് മുതലേ ലിപ്സ്റ്റിക്കിന്റെ ഒക്കെ അമിതമായ ഉപയോഗം കൊണ്ട് അവർക്കുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ കുട്ടികളോട് പറഞ്ഞു കൊടുത്തു. പക്ഷേ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ പേഴ്സണലായിട്ട് അവരോട് നിങ്ങൾ ലിപ്സ്റ്റിക് ഇടാതെ സ്കൂളിൽ വരുന്നത് തെറ്റാണ് എന്നൊന്നും പറയാൻ നമ്മൾക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത് അവരുടെ വ്യക്തിപരമായ കാര്യമായതുകൊണ്ട് ബോധവൽക്കരണം നടത്തി. കൂടാതെ PTA SMC അധ്യാപകരും ഒക്കെ കൂടി തീരുമാനിച്ചു ഇങ്ങനെയുള്ള സ്റ്റിക്കറുകൾ ക്യാമ്പസുകളിലുടനീളം വെച്ചു. അതുകൊണ്ട് കുറെ കുട്ടികൾക്ക് മാറ്റം ഉണ്ടായി. ഇവർ ഉപയോഗിക്കുന്നത് പലപ്പോഴും വില കുറഞ്ഞ വളരെ ക്വാളിറ്റി കുറഞ്ഞ സൗന്ദര്യവർദ്ധക വസ്തുക്കളാണ്. അത് കുട്ടികളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. മതപരമായ കാരണങ്ങളാണ് ലിപ്സ്റ്റിക് നിരോധനത്തിന് പിന്നിലുള്ളതെന്ന വിമർശനം ഉയരുന്നതായി സ്കൂൾ അധികൃതർ പറയുന്നു. എന്നാൽ ഇത്തരം പരിഗണനകൾ നടപടിക്ക് പിന്നിലില്ല എന്നും സ്കൂൾ വ്യക്തമാക്കുന്നു. ന്യൂസ് 18 കോഴിക്കോട്. MS അനീഷ് കുമാർ കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. അനീഷ്, വെരി ഗുഡ് മോർണിംഗ്. ഇത്തരത്തിലുള്ള പല നിയന്ത്രണങ്ങളും സ്വാഭാവികമായും പല സ്കൂളുകളിലും പണ്ടുകാലം മുതൽ ഉള്ളതാണ്. പക്ഷേ ഈ ലിപ്സ്റ്റിക്ക്, നമ്മൾ ഉപയോഗിക്കുന്ന ആഭരണങ്ങൾ നമ്മൾ ഏത് തരത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പൊതുനിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒക്കെ പ്രസന്റ് ചെയ്യപ്പെടണം എന്നുള്ളത് വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ഈ ലിപ്സ്റ്റിക്ക് ഉപയോഗിച്ച് വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആ തലത്തിൽ കൂടി അതിനെ നോക്കിക്കാണണം. പക്ഷേ അധ്യാപകർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതിലെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നം. പക്ഷെ അതിനപ്പുറം ചില മാനങ്ങൾ വിദ്യാർത്ഥികൾ നൽകുന്നുണ്ടോ? രക്ഷിതാക്കൾ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇത് അവർക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു തീരുമാനമായി ഇതിനെ കണക്കാക്കുന്നുണ്ടോ വിദ്യാർത്ഥികൾ? ഈ പലതരത്തിൽ ഇക്കാര്യങ്ങൾ വിലയിരുത്തപ്പെടുന്നുണ്ട്. കാരണം ഇപ്പോൾ അവധിക്കാലമാണ്, കുട്ടികൾ ക്യാമ്പസിലേക്ക് എത്തി തുടങ്ങിയിട്ടില്ല. പ്രത്യേകിച്ചും ഈ ചൂടുകാലമൊക്കെ കണക്കിലെടുത്ത് ക്ലാസ്സുകൾ 1-ാം തീയതി ആണ്, ജൂൺ 1-നാണ് ആരംഭിക്കുന്നത്. അതിനു മുമ്പായാണ് ഇത്തരത്തിലൊരു ക്രമീകരണം സ്കൂളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെയൊക്കെ ഈ താഴ്ന്ന ക്ലാസ്സുകളിൽ, ഈ പ്രൈമറി വിഭാഗത്തിലൊക്കെ ഉള്ള ക്ലാസ്സുകളിലും അപ്പർ പ്രൈമറി വിഭാഗത്തിലുള്ള ക്ലാസ്സുകളിലുമൊക്കെ ഇത്തരത്തിൽ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത് കർശനമായി നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ മുതിർന്ന ക്ലാസ്സുകളിലെ കുട്ടികൾ ഏതാണ്ട് എല്ലാവരും തന്നെ ലിപ് ബാമും ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട് സ്കൂളിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇത് ഒരു ക്യാമ്പസിൽ നിന്ന് ഒഴിവാക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് സ്കൂൾ അധികൃതർ എത്തിയിരിക്കുന്നത്. ഈ തീരുമാനത്തിന് മാനേജ്മെന്റിന്റെയും ഒപ്പം SMCയുടെയും PTA ഒക്കെ പിന്തുണ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. ഈ ബലപ്രയോഗത്തിലൂടെയുള്ള ഒരു നിരോധനം എന്നതിനപ്പുറം കുട്ടികളെ വിശ്വാസത്തിലെടുത്തുള്ള ഒരു നിയന്ത്രണമെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. പക്ഷേ നമുക്കറിയാം, ഈ ശാരീരികമായ വസ്തുക്കൾ, ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നത് പലപ്പോഴും കുട്ടികളുടെ ഒരു ചോയ്സായി മാറുന്നുണ്ട്. ഈ വസ്ത്രധാരണത്തിലൊക്കെ കൃത്യമായ നിയന്ത്രണങ്ങൾ മിക്ക സ്കൂളിലുമുണ്ട്. കാരണം യൂണിഫോമാണ് ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും ഉള്ളത്. എങ്ങനെ ഷൂ ധരിക്കണം, എങ്ങനെ ടൈ ഒക്കെ ഉള്ള സ്കൂളുകളിൽ ടൈ ധരിക്കണം എന്നിവയിലൊക്കെ കൃത്യമായ നിയന്ത്രണങ്ങളുണ്ട്. പക്ഷേ ഈ ഫേസ് ക്രീം പോലുള്ള വസ്തുക്കൾക്ക്, സാമഗ്രികൾക്ക് എത്തരത്തിലൊരു നിയന്ത്രണം എന്നതിനെക്കുറിച്ചൊരു കൃത്യമായ ചട്ടങ്ങൾ അല്ലെങ്കിൽ അത്തരമൊരു പെരുമാറ്റച്ചട്ടം നിലവിൽ നമ്മുടെ സ്കൂളുകളിലല്ല. പലപ്പോഴും പല രീതിയിൽ ഈ ലിപ് ബാമും ലിപ്സ്റ്റിക്കും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ വലിയ നിറമുള്ള, ഒരുപാട് പെട്ടെന്ന് പ്രത്യക്ഷമായി കാണാൻ കഴിയുന്ന തരത്തിലുള്ള ലിപ് ബാമും ലിപ്സ്റ്റിക്കും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ പലരും അവരുടെ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന ആളുകളുമുണ്ട്. അത് അങ്ങേയറ്റം ഒരു അരോചകമായ രീതിയിൽ അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികൾക്ക് ചേരാത്ത രീതിയിലാണെങ്കിലൊക്കെയാണ് അതിനെ ഒരു പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് മാറ്റാൻ കഴിയുക
എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. മറിച്ച് ഒരു കുട്ടിയുടെ ആത്മവിശ്വാസത്തിനായി നേരിയ തോതിൽ ഇത് ഉപയോഗിച്ചാൽ അതിനെ എങ്ങനെ ഇല്ലാതാക്കും എന്ന ഒരു ചോദ്യം ബാക്കി വന്നിട്ടുണ്ട്. പക്ഷേ ഈ അധ്യാപകർ ചൂണ്ടിക്കാട്ടുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ലിപ് ബാമും ലിപ്സ്റ്റിക്കും ഒക്കെ ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്നു എന്നാണ്. പ്രത്യേകിച്ചും ഈ തീരമേഖലയോട് ചേർന്ന ഇടത്തുള്ള സ്ഥലമാണ് സ്കൂൾ. അതുകൊണ്ട് അത്തരം സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ എത്തുന്നത്. അവർ ഈ ശരാശരിയിലും താഴെയുള്ള നിലവാരമുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ചുണ്ടുകൾക്കും മറ്റുമൊക്കെ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. മറ്റു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നൊക്കെയുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലെ തീരുമാനം. അടുത്തിടെ ഈ സമൂഹ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ ഇത്തരത്തിൽ വ്യാപകമായ പ്രചാരണങ്ങളുണ്ടായിരുന്നു. ഈ ലിപ്സ്റ്റിക് ധരിച്ചാൽ ഈ വൃക്ക സംബന്ധമായ അസുഖങ്ങൾ വരും, കുട്ടികളിൽ ഹൃദയാഘാതത്തിനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു, ഈ ദീർഘനാൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത് ഈ ചുണ്ടിനെ ദോഷകരമായി ബാധിക്കുന്നു, ക്യാൻസർ പോലെയുള്ള രോഗാവസ്ഥയിലേക്ക് എത്തുന്നു എന്നടക്കമുള്ള പലതരത്തിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ഇത്തരം പ്രചാരണങ്ങളെ കൂടെ വിശ്വാസത്തിലെടുത്ത് വേണം ഇത്തരമൊരു നിയന്ത്രണത്തിലേക്ക് സ്കൂൾ എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ, അതേക്കുറിച്ച് നമുക്ക് കൂടുതൽ ചോദിച്ചറിയാൻ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ തന്നെ നമുക്കൊപ്പം ചേരുകയാണ് അനീഷ്. ഞാൻ അനീഷിലേക്ക് മടങ്ങിയെത്താം. തിരുവനന്തപുരം ഡോക്ടർ NJ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്കിലെ ഡയറക്ടറും ചീഫ് കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റുമായ ഡോക്ടർ നഫീന ജാസ്മിൻ നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. ഡോക്ടർ നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കോഴിക്കോട് സ്കൂളിലെ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസ് ആക്കി മാറ്റിയിരിക്കുകയാണ്. ഈ അധ്യയന വർഷം മുതൽ അത് നടപ്പാക്കുകയാണ്. അത്തരത്തിലുള്ള സ്റ്റിക്കറുകളൊക്കെ ആ സ്കൂളിൽ പതിച്ചു കഴിഞ്ഞു. ഈ കുട്ടികൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത് അമിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് അധ്യാപകരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. അതിലെന്തെങ്കിലും ശാസ്ത്രീയ വശമുണ്ടോ? തീർച്ചയായും. നമുക്ക് ഈ ഒരു ടോപ്പിക് പറയുമ്പോൾ തന്നെ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കുട്ടികളുടെ ചർമ്മത്തെക്കുറിച്ച്, അതായത് അതിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. രണ്ട്, ലിപ്സ്റ്റിക്കിലെ അടങ്ങിയ കണ്ടന്റ്സിനെ കുറിച്ച്. അപ്പൊ നമ്മൾ കുട്ടികളുടെ ചർമ്മത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, കുട്ടികളുടെ ചർമ്മം ഒരു ജനിച്ചു വീഴുന്ന കുട്ടി തൊട്ട് ആ ചർമ്മം, അത് സ്കിന്ന് വളരെ തിന്നാണ്, കട്ടി കുറവുള്ള സ്കിന്നാണ്. നമ്മൾ ഒരു അഡൽട്ട് വലിയവരിലുള്ള സ്കിന്ന് കമ്പയർ ചെയ്യുമ്പോൾ സ്കിന്ന് വളരെ തിന്നായിട്ടുള്ള സ്കിന്നാണ്. സോ എന്ത് നമ്മൾ ഒരു ക്രീം ആവട്ടെ, ഒരു ഓയിൻമെന്റ് ആവട്ടെ, അത് അപ്ലൈ ചെയ്യുമ്പോൾ അതിനുള്ള അബ്സോർപ്ഷൻ റേറ്റ്, അത് ഉള്ളിലോട്ട് വലിച്ചെടുക്കുന്ന റേറ്റ് വളരെ ഫാസ്റ്റർ ആണ്. സോ നമ്മളൊരു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുട്ടികളിൽ എന്ത് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോഴും വളരെ മൈൽഡ് ആയിട്ടുള്ള, അതായത് സ്ട്രെങ്ത് വളരെ കുറവുള്ള, പൊട്ടൻസി വളരെ കുറവുള്ള ക്രീംസോ ഓയിൻമെന്റ്സോ മരുന്നാണ് കൊടുക്കുന്നത്. ബിക്കോസ് ഈ അബ്സോർപ്ഷൻ റേറ്റ് ഭയങ്കര ഫാസ്റ്റ് ആയത് കാരണം നമ്മൾ പൊട്ടൻസി കൂടുതലോ അല്ലെങ്കിൽ കണ്ടൻസ് കൂടുതലോ കൊടുക്കുമ്പോൾ ലോങ് ടേം നമുക്ക് ടോക്സിസിറ്റി അല്ലെങ്കിൽ ലോങ് ടേം സൈഡ് എഫക്ട്സ് വരാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. സോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിട്ടാണ് കുട്ടികളിൽ എന്ത് കൊടുക്കുക, പ്രിസ്ക്രൈബ് ചെയ്യുക. സോ കമ്മിങ് ടു ലിപ്സ്റ്റിക് കണ്ടൻസ്, ഇപ്പൊ കുട്ടികളിൽ ലിപ്സ്റ്റിക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് പ്രധാനമായിട്ട് അറിയേണ്ടത് അതിന്റെ കണ്ടൻസിനെ കുറിച്ചാണ്. സോ ലിപ്സ്റ്റിക്കിൽ നമുക്ക് മെയിനായിട്ട് ഹെവി മെറ്റൽസ് ഉണ്ട്. ഹെവി മെറ്റൽസിന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ലെഡ്, കാഡ്മിയം പോലത്തെ ഹെവി മെറ്റൽസ് ആണ്. പിന്നെ പ്രിസർവേറ്റീവ്സ് അടങ്ങിയിട്ടുണ്ട്, ലൈക്ക് പാരബൻസ്. പിന്നെ കളർ കൊടുക്കുന്ന ഡൈസ് ഉണ്ട്. പിന്നെ മണം നൽകുന്ന ഫ്രാഗ്രൻസസ് ഉണ്ട്. അപ്പം ഇതിനകത്ത് നമുക്ക് ലോങ് ടേം സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ ഹെവി മെറ്റൽസ് ലൈക്ക് ലെഡ്, കാഡ്മിയം പോലത്തെ കണ്ടൻസ് ഉള്ളപ്പോൾ നമുക്കിത് ലോങ് ടേം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുന്നത് കാണാം. ടോക്സിസിറ്റി ഉണ്ടാവാൻ ചാൻസ് യെസ് ഡെഫിനറ്റ്ലി അതുണ്ട്. ലെഡ് ടോക്സിസിറ്റി ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഡെഫിനറ്റ്ലി ഉണ്ട്. ഹോർമോണൽ ഇംബാലൻസസ് ലോങ് ടേം ഉണ്ടാകാം. ചില പെട്രോ കെമിക്കൽസ് എല്ലാം അടങ്ങിയത് കാരണം ഈവൻ ഗ്രോത്തിന് ഇമ്പാക്ട് ഉണ്ടാകാം. ഇതൊക്കെ ക്രോണിക് ആയിട്ട് വരുന്ന ഹെൽത്ത് ഇമ്പാക്ട്സ് ആണ്. വേറെ ഈ ഡൈസും ഫ്രാഗ്രൻസസ് ഒക്കെ നമുക്ക് അക്യൂട്ടായിട്ട് ഒരു കണ്ടീഷൻ ഉണ്ടാക്കും. അതായത് പെട്ടെന്ന് വരുന്ന അലർജീസ് ഉണ്ടാക്കും. അതാണ് അലർജിക് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് എന്ന് പറയാം. അതായത് ഈ ലിപ്സ്റ്റിക്കിന്റെ കണ്ടൻസ്, ഇതിൽ അടങ്ങിയിരിക്കുന്ന ഡൈസ്, ഫ്രാഗ്രൻസ് പോലത്തെ കണ്ടൻസ് കാരണം അത് നമ്മുടെ സ്കിന്നിലെ കോണ്ടാക്ട് കാരണം നമുക്ക് സ്കിന്നിൽ അലർജി ഉണ്ടാകും. അലർജി കാരണം ഉണ്ടാകുന്ന സ്കിൻ ചേഞ്ചസിനാണ് നമ്മൾ ഈ എക്സിമ അല്ലെങ്കിൽ ഈ ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്ന് വെച്ചാൽ സ്കിന്ന് നമുക്ക് ചൊറിഞ്ഞു പൊട്ടുകയും ചുമന്ന് തടിക്കുകയും എക്സ്ട്രീം കേസസിൽ ഇവൻ പൊട്ടിയൊലിക്കുന്ന അവസ്ഥ വരെ വരാം. ഇൻഫ്ലമേഷൻ എന്നതിന് പറയാം. ഇത് ലിപ്പിന് മാത്രമല്ല, ലിപ്പിന് സറൗണ്ടിങ് ആയിട്ട് ചുറ്റുമുള്ള സ്ഥലത്ത് സ്പ്രെഡ് ആകാം. പിന്നെ ഇതിന്റെ കണ്ടന്റ് സപ്പോസ് ഇപ്പൊ കൈ കൊണ്ട് തൊട്ടിട്ട് അതിപ്പം ഈ കണ്ണിന്റെ മുകളിലൊക്കെ തൊടുകയാണെങ്കിൽ ഐലിഡ് ഡെർമറ്റൈറ്റിസ്, എക്സിമ അങ്ങനെ സ്പ്രെഡ് ആവുകയും ചെയ്യാം.
പിന്നെ വേറൊരു കണ്ടന്റ് അതിനുള്ള പ്രിസർവേറ്റീവ്സ് ലൈക്ക് പാരബൻസ് ഒക്കെയാണ്. അതും കാർസിനോജനിക് ആണ്. കാർസിനോജനിക് എന്ന് വെച്ചാൽ ക്യാൻസറസ് പൊട്ടൻഷ്യൽ ഉണ്ടാവാൻ ചാൻസ് ലോങ് ടേം. അപ്പൊ നമ്മൾ ഈ ലോങ് ടേം ഉണ്ടാവുന്ന പോസിബിലിറ്റീസും എപ്പോഴും കൺസിഡർ ചെയ്യണം. ക്രോണിക് ആയിട്ടുള്ള അക്യൂട്ട്, അതായത് പെട്ടെന്ന് വരുന്ന അലർജിക് റിയാക്ഷൻസും നമ്മളത് കൺസിഡർ ചെയ്യണം. ഡോക്ടർ, ഒരു കാര്യം, നമ്മൾ സ്ഥിരമായി ഉപയോഗിച്ചാൽ മാത്രമാണോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക? ഇപ്പൊ നമുക്ക് അലർജി, ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് വരുന്ന അക്യൂട്ട് അലർജിക് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് സ്ഥിരമായിട്ട് ഉപയോഗിക്കണമെന്നില്ല. ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്താൽ തന്നെ അലർജിക്ക് ആവേണ്ട സ്കിന്നും ആ കുട്ടിക്ക് അതിന് അലർജി പ്രോൺ ആണെങ്കിൽ അത് അലർജി അപ്പൊ തന്നെ വരും. ദെൻ ആൻഡ് ദെയർ അന്ന് ദിവസം തന്നെ അലർജി വരാൻ ചാൻസ് ഉണ്ട്, പൊട്ടിയൊലിക്കുന്ന ഇഷ്യൂസും എക്സിമ വരാനായിട്ട്. മറ്റേത് ക്രോണിക് ആയിട്ടുള്ളത് ലോങ് ടേം യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിനും അതിന്റെ ഇഷ്യൂ ഞാൻ പറഞ്ഞ പോലെ എല്ലാ സൈഡ് എഫക്ട്സും വരും. കാരണം ഇത് ഡെയിലി അബ്സോർപ്ഷൻ, ഡെയിലി അപ്ലൈ ചെയ്യുമ്പോൾ പ്രശ്നം വെച്ചാൽ ഡെയിലി അബ്സോർപ്ഷൻ വന്നിട്ട് നമ്മളെ ബോഡിയിൽ ക്യുമുലേറ്റീവ്, അതായത് ഇതിന്റെ അബ്സോർപ്ഷൻ ഇങ്ങനെ തങ്ങി നിന്ന് അങ്ങനെ വരുന്ന ഒരു ലോങ് ടേം ഇഫക്ട്സ് ആണ്. സോ നെവർ, കുട്ടികളിൽ ഇറ്റ്സ് നെവർ അഡ്വൈസബിൾ. തീർച്ചയായും. വളരെ നന്ദി ഡോക്ടർ നഫീന ജാസ്മിൻ ഞങ്ങളോടൊപ്പം ചേർത്തതിന്. തിരുവനന്തപുരം ഡോക്ടർ NJ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്കിലെ ഡയറക്ടറും ചീഫ് കൺസൾട്ടന്റും ഡെർമറ്റോളജിസ്റ്റുമായ ഡോക്ടർ നഫീനയാണ് നമുക്കൊപ്പം. ലിപ്സ്റ്റിക്കിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, അത് വരുത്തുന്ന വിനാശം, അത് എത്രത്തോളം ഗുരുതരമാണ്, പ്രത്യേകിച്ച് കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ എന്നതിനെക്കുറിച്ചാണ് ഡോക്ടർ സംസാരിച്ചത്. MS അനീഷ് കുമാർ നമുക്കൊപ്പം തുടരുന്നുണ്ട്. അനീഷ്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്, അതിനെ തള്ളിക്കളയാൻ കഴിയില്ല. അത്തരത്തിലുള്ള ബോധവൽക്കരണം സ്കൂളിൽ നൽകേണ്ടതുണ്ട് ഓരോ കുട്ടികൾക്കും. അതിനപ്പുറം ഒരു ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസ് എന്ന തരത്തിലേക്ക് ലേബൽ ചെയ്യുമ്പോൾ, കർശനമായി പല നിയന്ത്രണങ്ങളും കൊണ്ടുവരുമ്പോൾ അത് കുട്ടികളെ ഒരു പക്ഷേ ബുദ്ധിമുട്ടിക്കാനുള്ളൊരു സാഹചര്യമുണ്ട് മാനസികമായി. നേരത്തെ അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഈ ലിപ്സ്റ്റിക് ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള മേക്കപ്പ് എലമെന്റ് ആണ്, കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന എലമെന്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ കുട്ടികളെ അത് ബാധിക്കും. ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളാണിത്, 16ഉം 17ഉം വയസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഈ പരിപാടി നടക്കുന്ന സമയങ്ങളിൽ പോലും ദിവസങ്ങളിൽ പോലും ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം കൂടി ഈ പൂർണ്ണമായും ഒരു നിരോധനം വരുന്ന ഘട്ടത്തിലുണ്ട്. അതാകാം ഒരുപക്ഷെ കുട്ടികളെ കൂടുതൽ വേദനിപ്പിക്കുക. തീർച്ചയായും അങ്ങനെ ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. കാരണം കുട്ടികളാണ്, അവർക്ക് ഈ സമൂഹത്തിൻ്റെ ചുറ്റുപാടുകളിൽ നടക്കുന്ന കാര്യങ്ങളോട് ഒരു അനുകരിക്കുക എന്ന ഒരു പ്രവണത കൂടുതലുള്ളവരാണ്. അവർക്ക് ഈ വശങ്ങളെക്കുറിച്ച് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി അവർ തന്നെ ഒരു സ്വയം നിയന്ത്രണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ കൂടുതൽ നല്ലതാണ്. മറിച്ച് ഒരു കാര്യം അടിച്ചേൽപ്പിച്ച് നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരായ ഒരു റിബൽ സ്വഭാവം പലപ്പോഴും കുട്ടികളിൽ പ്രകടമാവുന്ന ഒരു കാലമാണ്. നമുക്കറിയാം, ഈ താമരശ്ശേരിയിലും സംസ്ഥാനത്തിന് വിവിധ ഭാഗങ്ങളിലുമൊക്കെ കണ്ട ഒരുപാട് മയക്കുമരുന്ന് കേസുകളിൽ പോലും കുട്ടികൾ പങ്കാളികളാവുന്ന കാലമാണ്. ഒപ്പമുള്ള സഹപാഠിയെ അടിച്ചു കൊല്ലുന്നതിന് പോലും മടിയില്ലാത്ത കുട്ടികളുള്ള കാലമാണ്. അതുകൊണ്ട് അങ്ങേയറ്റം ഈ ഇത്തരം റിബൽ സ്വഭാവം കുട്ടികൾക്കിടയിൽ വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു തീരുമാനം അത് കർശനമായി നടപ്പിലാക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരമൊരു നിയന്ത്രണം നടപ്പിലാക്കുമ്പോൾ മറ്റിടങ്ങളിൽ ഇക്കാര്യം അനുവദനീയമാണ് എങ്കിൽ ഈ കുട്ടികൾക്ക് സ്വാഭാവികമായൊരു വിഷമം അല്ലെങ്കിൽ അത്തരമൊരു നിലപാട് അവരുടെ മനസ്സിലുണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തായാലും നേരത്തെ ഡോക്ടർ പറഞ്ഞതൊക്കെ പ്രകാരം ഈ കുട്ടികൾ ഈ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത് അങ്ങേയറ്റം ദോഷകരമായ കാര്യം തന്നെയാണ്. ആരോഗ്യത്തെ അങ്ങേയറ്റം ദോഷമായി ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷേ പലപ്പോഴും ഒരു ആത്മവിശ്വാസത്തിൻ്റെ പ്രതീകമായൊക്കെയാണ് ഇത്തരം സൗന്ദര്യവർദ്ധക വസ്തുക്കളെ കുട്ടികൾ കാണുകയും ചെയ്യുന്നത്. അതുകൊണ്ട് കൃത്യമായ ഒരു ബോധവൽക്കരണവും കുട്ടികളുടെ കൂടെ സമാജത്തിലൂടെ ഇത്തരം തീരുമാനങ്ങൾ നടപ്പിലാക്കുകയുമാണ് ചെയ്യേണ്ടത്. ഒപ്പം മറ്റിടങ്ങളിൽ കൂടെയൊക്കെ ഇത്തരത്തെ കാര്യങ്ങളെക്കുറിച്ചുള്ള ആലോചനകൾ ഒരുപക്ഷെ ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ നടക്കുമെന്ന് നമുക്ക് കരുതാം. അറിയാം. തീർച്ചയായും. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കോഴിക്കോട് ജില്ലയിലെ സർക്കാർ സ്കൂളിൽ ലിപ്സ്റ്റിക് നിരോധനം വന്നത് കൊയിലാണ്ടി ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അതാണിപ്പോൾ ചർച്ചയായിരിക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമൊക്കെയാണ്. ഇന്നത്തെ കാലത്ത് കുട്ടികൾ എല്ലാവരും ഇതൊക്കെ ഉപയോഗിക്കുന്നവരുമാണ്. അപ്പോൾ കർശനമായ ഒരു നിയന്ത്രണം, ക്യാമ്പസ് ലിപ്സ്റ്റിക് ഫ്രീ ആക്കി വയ്ക്കണം എന്നുള്ളൊരു നിയന്ത്രണം പാലിക്കുന്നതിനോടാണ്, അങ്ങനെ ഒരു നിയന്ത്രണം കൊണ്ടുവന്നതിനോടാണ് അവർക്കൊരു ചെറിയ വിഷമമുള്ളത്. ഒരു പക്ഷേ ലിപ്സ്റ്റിക്കിന്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അത് കുട്ടികളെ കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ആ അധ്യാപിക തന്നെ നമ്മളോട് ആ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വില കുറഞ്ഞ ലിപ്സ്റ്റിക്കുകൾ പ്രത്യേകിച്ച് അത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അതികഠിനമായ ആരോഗ്യ പ്രശ്നങ്ങൾ അത് ചില്ലറയല്ല. അത് കൃത്യമായ ബോധവൽക്കരണത്തിലൂടെ കുട്ടികളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യഘട്ടം. അതിനപ്പുറം ഈ കർശനമായ നിയന്ത്രണം, അത് ഏതൊരു
കാര്യത്തിലും വെക്കുന്നത്, പ്രത്യേകിച്ച് ഒരു വ്യക്തി സ്വാതന്ത്ര്യം, തങ്ങൾ എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യപ്പെടണം, ഏത് തരത്തിൽ ഒരുങ്ങണം എന്നുള്ള വിഷയത്തിലൊക്കെ അമിതമായി കടന്നു കയറുന്നത് അവരെ മാനസികമായി ഒരുപക്ഷെ തളർത്തുന്ന കാര്യം കൂടിയാണ്.